നമസ്തേ. നമ്മൾ യുദ്ധത്തിൻ്റെ ആയുധശാല എന്ന് പറഞ്ഞ ലേഖനത്തിൻ്റെ 3-ാം ഭാഗമാണ് പറയുന്നത് കേട്ടോ. ഒരു വലിയ നീണ്ട ലേഖനമായതുകൊണ്ട് കുറച്ച് കൂടുതൽ പറയേണ്ടി വന്നു. ഇന്നോളം ലോകചരിത്രത്തെ നയിച്ചതും, എന്നാൽ അയാളാണ് ഇന്നോളം ലോകചരിത്രത്തെ നയിച്ചു പോകുന്നതും നയിച്ചു കൊണ്ടിരിക്കുന്നതും. അയാൾക്കാണ് നാം നമ്മുടെ ഏറ്റവും നല്ല സ്തുതിവചനങ്ങൾ സമർപ്പിച്ചു പോകുന്നതും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നതും എന്ന് ദുര്യോധനെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ശാശ്വതാത്മാവിനെ കേവലീകരിച്ച് കാണിക്കുന്നതിൽ കവിയുടെ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. ശാശ്വതാത്മാവ് എന്നാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്ന മാരാർ. അതായത് ഇയാൾ എല്ലാവരിലും എല്ലാ കാലത്തുമുണ്ട്. ഈ അധികാരീച്ഛയ്ക്ക് വേണ്ടി വടംവലി നടത്തുന്ന, അല്ലെങ്കിൽ ശത്രു തോറ്റു കാണണമെന്ന് ആഗ്രഹിക്കുന്ന, ശത്രുവിനേക്കാൾ മുകളിലായിരിക്കണം താനെന്ന് ആഗ്രഹിക്കുന്ന, ഒന്നാമതാകണം താനെന്നും തൻ്റെ അധികാരത്തിന് കീഴിൽ എല്ലാവരും നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാൾ എല്ലാ കാലത്തുമുണ്ട്. അപ്പോൾ അതിനെ കേവലീകരിച്ച് കാണിക്കുന്നുണ്ട്. എതിരാളിയുടെ ഐശ്വര്യം കൈയടക്കണം എന്നതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അയാൾക്കൊരു നോട്ടവുമില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യുവാനും അയാൾക്ക് മടിയില്ല. ആരൊക്കെ എന്തൊക്കെ എതിർ പറഞ്ഞാലും എത്ര പരാജയപ്പെട്ടാലും അതിനൊരു ഇളക്കമില്ല. പിന്നെ അയാൾക്ക് അധികാരം കിട്ടിയാൽ ആദ്യമായി ചെയ്യുവാനുള്ള മംഗളകർമ്മം എതിർകക്ഷിയെ അങ്ങേയറ്റം അപമാനിക്കലാണ്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് അധികാരം കൈയാളിയ ഉടനെ തന്നെ, അല്ലെങ്കിൽ തങ്ങൾക്ക് അധികാരം കിട്ടിയെന്ന് ബോധ്യമായ ഉടനെ തന്നെ ദുര്യോധനൻ പറഞ്ഞത് അന്തഃപുരത്തിലിരിക്കുന്ന പാഞ്ചാലിയെ വിളിച്ചുകൊണ്ടുവരാൻ. എന്നിട്ട് അവളെ കൊണ്ടുവന്ന് ആ കുലീന സ്ത്രീയുടെ ഉടുവസ്ത്രത്തിന്മേൽ കൈവെപ്പിച്ചത് അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ലോകത്തിലെ അധികാരേച്ഛയുടെ വടംവലിക്കിടയിൽ പാണ്ഡിത്യങ്ങൾക്കോ ധർമ്മബോധങ്ങൾക്കോ സദ്വൃത്തികൾക്കോ ഒരു പിടിയുമില്ല. അങ്ങനെ പാണ്ഡിത്യത്തിനോ ധർമ്മബോധത്തിനോ സദ്വൃത്തിക്കോ പിടിയുണ്ടായിരുന്നെങ്കിൽ, ഈ അധികാരത്തിന് മുന്നിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടായിരുന്നെങ്കിൽ, ഭീഷ്മരോ അല്ലെങ്കിൽ ദ്രോണരോ കൃപരോ പറയുന്ന എന്തെങ്കിലും കേൾക്കാൻ അവർ തയ്യാറായേനെ. ഇല്ലല്ലോ. ഭീഷ്മരുടെ പാണ്ഡിത്യത്തിനോ അല്ലെങ്കിൽ അറിവിനോ ജ്ഞാനത്തിനോ വിതുരരുടെ ധർമ്മബോധത്തിനോ ഒന്നും വഴിപ്പെട്ടില്ല ദുര്യോധനൻ. അപ്പോൾ ഇതനുസരിച്ച് യാതൊരു കാര്യവും അവർ വഴങ്ങുകയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മഹാത്മാവായ ഭീഷ്മർക്ക് കുരുപിതാമഹ സ്ഥാനം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അതനുസരിച്ച് പ്രയോജനകരമായി വല്ലതും ഒന്ന് പ്രവർത്തിക്കാൻ അധികാരമില്ലാതെ ഉദാസീനനായി എല്ലാം ഇരുന്ന് കാണേണ്ടി വന്നു. അതുമാത്രമല്ല, പാഞ്ചാലിയെ വസ്ത്രാക്ഷേപത്തിന് വേണ്ടി അന്തഃപുരത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരാൻ ദുര്യോധനൻ ആവശ്യപ്പെടുന്നത് എന്താണ്? പിതൃതുല്യനായ ആ മഹാത്മാവിനോട് തന്നെയാണ് ദുര്യോധനൻ അധികാരം കൈവന്ന ഉടനെ അപമാനത്തിന് വേണ്ടി ദ്രൗപദിയെ വിളിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്. വിതുരരോടാണ് ദുര്യോധനൻ പറഞ്ഞത്, പോയി ദ്രൗപദിയെ വിളിച്ചു കൊണ്ടുവരാൻ വസ്ത്രാക്ഷേപം ചെയ്യുന്നത്. അമ്പമ്പോ, അധികാര ഗർവിൻ്റെ ധാർഷ്ട്യത്തെ ഉദാഹരിക്കുന്നതിനപ്പുറം മറ്റൊന്ന് ഭാവന ചെയ്യുവാൻ കഴിയുമോ? കാരണം എന്തും ചെയ്യും അവർ. അതാണ് ഈ അധികാരം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ദുര്യോധനൻ്റെ അസൂയയെ ന്യായമായി ചികിത്സിക്കാൻ ശകുനിയും എല്ലാവരും, ധൃതരാഷ്ട്രം, ശകുനിയും എല്ലാവരും ശ്രമിച്ചു. പക്ഷേ ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല? ആ അധികാരത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. ഈ അധികാരേച്ഛയുടെ ദുർഭരമായ കനപ്പാട് കാണിപ്പാൻ ഈ അധികാരേച്ഛ എത്ര കനത്തതാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദുര്യോധനെ ഒരേ ഗർഭപിണ്ഡത്തിൽ നിന്ന് പിരിഞ്ഞവരും വെവ്വേറെ വ്യക്തിത്വമില്ലാത്തവരുമായ 101 പേരുണ്ട്. 101 പേർക്കും വെവ്വേറെ വ്യക്തിത്വമില്ല. ഒരു ഗർഭപിണ്ഡത്തിൽ നിന്ന് പിരിഞ്ഞവരാണ് അവരുടെ തലവനാക്കി വെച്ചത്. കാരണം ഈ 101 പേരിലും ഈ കൂട്ടത്തിലും പ്രഥമമായി നിൽക്കുന്നത് അധികാരമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നു മാത്രമല്ല, ബ്രഹ്മാണ്ടത്തിലുള്ളതൊക്കെ ഓരോ വ്യക്തിയിലുമുണ്ട് എന്ന ആർഷോപജ്ഞാനം അനുസരിച്ച് ഇപ്പറഞ്ഞ കൗരവപക്ഷമാകെ ഒരു കക്ഷിയിലുള്ള പലതരം വ്യക്തികൾക്കെന്ന പോലെ ഒരേ വ്യക്തിയിലുള്ള പലതരം ചിന്താഗതിയും പ്രതിഭവിക്കുന്നു. മനുഷ്യനുള്ള ഭാവചാപൽ ഭേദങ്ങളെ കേവലീകരിച്ച് കാണിക്കുന്ന കാവ്യനീതി അതാണല്ലോ. അപ്പോൾ അറിവും വിവേകവും ധർമ്മബോധവും എല്ലാം തികഞ്ഞിരുന്നിട്ടും തൻ്റെ അധികാരേച്ഛ പറഞ്ഞ വഴിക്ക് മാത്രം നടക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് കൗരവപക്ഷം എന്ന് വരുന്നത്. എല്ലാം ഉണ്ട്, പക്ഷേ അധികാരം മാത്രമാണ് അവരെ നിയന്ത്രിക്കുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ അധികാരേച്ഛാ കഥകൾ പണ്ടത്തെ രാജാധിപത്യത്തിൻ്റേതാണ്, പ്രജാധിപത്യത്തിൻ്റേതായ ഇന്നത്തെ കാലത്ത് ഇതൊക്കെയൊന്നുമില്ല എന്നാരും കരുതിപ്പോകണ്ട. രാജവംശങ്ങളിൽ 2-4 ദിവസം മുമ്പ് ജനിച്ചതിനെ പിടിച്ചാണ് ഈ വടംവലിയെങ്കിൽ അതാത് നിയോജക മണ്ഡലത്തിലെ വോട്ടുപെട്ടിയിൽ വീണ 2-4 അധിക വോട്ടുകളെ പിടിച്ചുള്ളതാണ് ഇന്നത്തെ വടംവലികൾ എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അതത്ര നിസ്സാരമായ വ്യത്യാസമില്ലെന്നിരിക്കലും എന്തിനു വേണ്ടി അധികാരം നിലകൊള്ളണമോ ആ ജനക്ഷേമത്തിന് ഈ ചൂതുകളിൽ പ്രഥമ പരിഗണന ലഭിക്കുന്നില്ല തീർച്ച. അപ്പോൾ എന്തിനാണ് ഈ അധികാരം?
അധികാരം എന്ന് പറഞ്ഞാൽ അവൾക്ക് കീഴെ വരുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അധികാരം. പക്ഷെ ജനക്ഷേമത്തിന് ഈ ചൂതുകളിയിൽ ഒരു സ്ഥാനവും ലഭിക്കില്ല. കാരണം പണ്ട് 1-2 വയസ്സ് മൂപ്പിളമകളെ സംബന്ധിച്ചുള്ളതായിരുന്നു തർക്കം, പാണ്ഡവരും കൗരവരും. ഇപ്പോൾ വോട്ടുപെട്ടിയിൽ വീഴുന്ന 1-2 വോട്ടുകളെ ചൊല്ലിയാണ് തർക്കം. ഏത് തരം തർക്കമായാലും ജനക്ഷേമത്തിന് ഇതുകൊണ്ട് യാതൊരുവിധ ഗുണവും ഉണ്ടാവുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരും അത്തരം ചില പരാതിസന്ധാന വിദ്യകൾ പയറ്റിയിട്ടാണല്ലോ ശത്രു സംഹാരം നിറവേറ്റിയത്. അതിനവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ വാസുദേവൻ ഒടുക്കൻ അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ശത്രുവിനെ ഏത് വിധേനയും, ശത്രു എന്ത് തരം ദുഷ്കർമ്മങ്ങൾക്കൊക്കെ ഒരു സാധൂകരണമുണ്ട്. ശത്രുവിനെ തോൽപ്പിക്കുന്നതിന് ഏത് വിധിയും സ്വീകരിക്കാം എന്നുള്ളതാണ് ആ സാധൂകരണം. അതിന് ഭഗവാൻ പിന്നീട് ന്യായീകരിക്കുന്നുമുണ്ട്. ഇതിൽ തന്നെ പാർത്ഥസാരഥി എന്ന് പറയുന്ന ലേഖനത്തിൽ അതിനെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും പാണ്ഡവരോടടുത്തുള്ള ഈ ദണ്ഡനീതി പ്രയോഗത്തെ, ക്ഷത്രധർമ്മത്തെ അങ്ങ് നീക്കിവെച്ചാൽ പിന്നെ ദുര്യോധനിൽ ആര്യജനങ്ങൾക്കുണ്ടായിരിക്കേണ്ട നന്മകൾക്കൊന്നിനും ഒരു കുറവും കാണില്ല. കുട്ടിക്കൃഷ്ണമാരാർ ഇവിടെ ഈ ഭാഗം ഇതുവരെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ചോദ്യമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ലൊരു ചോദ്യമായിരിക്കും. കാരണം ദുര്യോധൻ ദുര്യോധനിൽ ആര്യജനങ്ങൾക്കുണ്ടായിരിക്കേണ്ട നന്മകൾക്കൊന്നും ഒരു കുറവും കാണുന്നില്ല. ചിലത് തുലവും മികച്ചു നിൽക്കുന്നുമുണ്ട്. കുട്ടിക്കൃഷ്ണമാരാർ എങ്ങനെയാണ് ദുര്യോധൻ ഈ ഭാഗത്ത് ദുര്യോധൻ്റെ നന്മകളെ എടുത്തു പറയാൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കാവുന്നതാണ്. കാരണം ദുര്യോധനന് ഈ ആർഷധർമ്മം അനുഷ്ഠിക്കുന്നുണ്ട്. ശത്രുവിനെ ഏത് വിധേനയും കൊല്ലാം എന്നുള്ളൊരു ആർഷധർമ്മം, അല്ലെങ്കിൽ ക്ഷത്രിയ ധർമ്മം, പിന്നെ ആർഷധർമ്മമല്ല ക്ഷത്രിയ ധർമ്മം, ക്ഷാത്രധർമ്മം അവരനുഷ്ഠിക്കുന്നുണ്ട് എല്ലാവരും. പാണ്ഡവരുമുണ്ട് കൗരവരുമുണ്ട്. ശത്രുവിനെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ ശത്രുവിനെ ദ്രോഹിക്കുന്നതിനോ അവർക്ക് ന്യായവുമില്ല, പാണ്ഡവർക്കുമില്ല. കാരണം പാണ്ഡവരോട് കൃഷ്ണൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് എന്ത് വഴിയും എന്ത് ന്യായവും സ്വീകരിക്കാമെന്ന്. അപ്പോൾ ഇതൊഴിവാക്കിയാൽ പിന്നെ അപ്പോൾ ദുര്യോധനൻ ഒരു തെറ്റുകാരനാണെന്ന് നമുക്ക് തോന്നണമെന്നില്ല. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ദുര്യോധനൻ നന്മ മാത്രമേ ഉള്ളൂ എന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നത്. കാരണം താൻ 10-15 കൊല്ലത്തോളം കൗരവരാജ്യമാണതിൽ വല്ലപ്പോഴും പ്രജകൾക്ക് വല്ല പീഡയും ചെയ്തതായി അറിവില്ല. ദുര്യോധനൻ 15 വർഷം രാജ്യം ഭരിച്ചു. ഒരു തരത്തിലുള്ള ദ്രോഹവും ജനങ്ങൾക്ക് ചെയ്തിട്ടില്ല. നികുതി കൂട്ടിയെന്നോ അയൽ രാജ്യത്തേക്ക് അഭയാർത്ഥികളായി പ്രവാഹമുണ്ടതായിട്ടോ പിന്നെ അങ്ങനെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. യുദ്ധമെല്ലാം കഴിഞ്ഞ് വനവാസത്തിന് പുറപ്പെടുന്ന ധൃതരാഷ്ട്രോട് ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പറയുന്നൊരു വാചകമുണ്ട്, നിങ്ങളുടെ മകൻ ഞങ്ങളെ നന്നായി സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അടുത്തത്, പാണ്ഡവരോട് സന്ധിയാവുക എന്ന ഒറ്റ വിഷയത്തിലൊഴികെ അയാൾ അവരുടെ ഇഷ്ടങ്ങളെല്ലാം ഈ മുതിർന്നവരുടെ, അതായത് ഭീഷ്മരുടെയും ദ്രോണരുടെയും കൃപരുടെയും ഒക്കെ ഇഷ്ടങ്ങൾ അദ്ദേഹം അംഗീകരിച്ചിരുന്നു. ധൃതരാഷ്ട്രരുടെയൊക്കെ, ദുര്യോധനൻ രണ്ടാമത്തെ പോയിൻ്റാണ്. ഇഷ്ടങ്ങളെല്ലാം അനുസരിച്ചിരുന്നു. ഒറ്റ കാര്യത്തിൽ മാത്രം അദ്ദേഹം എതിരുന്നു, പാണ്ഡവരോട് സന്ധി ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല. ബാക്കി എല്ലാത്തിനും വിട്ടുവീഴ്ച ചെയ്തു. രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തത്, എല്ലാറ്റിനും മേലെ ദുര്യോധനന്മേലുള്ള മാതൃഭക്തിയുടെ ഒരു ശ്രേഷ്ഠ ചിത്രം മഹാഭാരതത്തിൽ അവ്യക്തമധുരമായി എഴുതി വച്ചിട്ടുണ്ട്. യുദ്ധാനന്തരം പുത്രദുഃഖാർത്ഥയ ഗാന്ധാരിയെ ശാന്തചിത്തയാക്കുവാൻ വേണ്ടി വ്യാസഭഗവാൻ പറഞ്ഞ വാക്കുകളിലാണിത്. യുദ്ധം നടന്ന 18 ദിവസവും ദുര്യോധനൻ പടക്കളത്തിലേക്ക് പുറപ്പെടും മുമ്പ് ഗാന്ധാരിയുടെ അടുക്കൽ ചെന്ന് അമ്മേ എനിക്ക് മംഗളം ആശംസിക്കൂ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം അറിയുന്ന ആ അമ്മ പറഞ്ഞു, യഥോ ധർമ്മസ്തതോ ജയ എന്ന് പറഞ്ഞു. ധർമ്മമുള്ളിടത്തെ ജയമുള്ളൂ. പക്ഷെ ആദ്യം പറഞ്ഞു 2 തവണ പറഞ്ഞു, 3 തവണ പറഞ്ഞു. വീണ്ടും തുടർന്നും ദുര്യോധനൻ അമ്മയുടെ കാൽക്കൽ വീണ് തന്നെ വിജയം ആശംസിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഓരോ തവണയും 18 ദിവസവും താൻ അവസാനം വീഴുന്നത് വരെയും പോയത്. ആ മാതൃഭക്തി. അപ്പോൾ അതിനോട് ചേർത്ത് വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നത്. അപ്പോൾ ഒന്നാമത് ദുര്യോധനെ പുകഴ്ത്തി പറയുന്നത് ജനങ്ങൾക്കൊരു പീഡിയും ദുര്യോധനം വരുത്തിയിട്ടില്ല. രണ്ടാമത് പറയുന്നത് സ്വന്തം അമ്മാവനായ തൻ്റെ ഉറ്റ കൂട്ടുകാരൻ കൂടിയായ ശകുനി പറഞ്ഞാൽ പോലും പാണ്ഡവപക്ഷത്തോടുള്ള വിരോധത്തിന് ഒരയവും വരുത്തില്ല. പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും മുതിർന്നവർ പറയുന്നത് ദുര്യോധനെ അനുസരിച്ചിരുന്നു എന്നാണ്. മൂന്നാമത് പറയുന്ന അമ്മയോടുള്ള അസാധാരണമായ സ്നേഹമാണ് പറയുന്നത്. ഒരു സുഹൃത്തെന്ന നിലയിൽ ദുര്യോധനേക്കാൾ ശ്രേഷ്ഠനായ ഒരാൾ മഹാഭാരതത്തിലുണ്ടെങ്കിൽ അത് അയാളുടെ സുഹൃത്തായ കർണൻ മാത്രമാണ്. അപ്പോൾ സൗഹൃദത്തിന് അങ്ങേയറ്റം വില കൊടുക്കുന്ന ആളായിരുന്നു ദുര്യോധനൻ. അതിനപ്പുറത്തൊരുത്തൻ നിൽക്കുമെങ്കിൽ അത് കർണൻ മാത്രമാണ്. നാലാമത്തെ പോയിൻ്റ്. പിന്നെ അങ്ങേയറ്റം ശത്രുപക്ഷപാതിയാണെന്ന് കരുതപ്പെടുന്ന ഭഗവാൻ വാസുദേവനോട് പോലും
ദുര്യോധന് യഥാർഹമായ ബഹുമാനമുണ്ടായിരുന്നു. യഥാവസരം അയാൾ അത് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ വ്യത്യാസമുണ്ടെന്ന് കുട്ടിക്കൃഷ്ണമാരാർ തന്നെ പറയുന്നുണ്ട്. പലയിടത്തും പലതരത്തിൽ അത് അവതരിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ ഭഗവാൻ ദൂതിന് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് സൽക്കാരങ്ങൾ കൊടുത്തതായി ചില സ്ഥലത്ത് പറയുന്നു, ചില സ്ഥലത്ത് അദ്ദേഹത്തെ അപമാനിച്ചതായി പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം അവസാന ഭാഗത്ത് കേശവൻ അതൊക്കെ അർഹിക്കായികയില്ല. പക്ഷേ ദേശവും കാലവും പറ്റിയില്ല. അദ്ദേഹം വിചാരിച്ചേക്കും നമ്മൾ പേടിച്ചിട്ടാണ് അദ്ദേഹത്തെ പൂജിക്കുന്നതെന്ന് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അർഹമായ ബഹുമാനം കൊടുക്കാത്തത്. കേശവൻ എല്ലാം അർഹിക്കുന്നവനാണ് എന്ന് ദുര്യോധനന് അറിയാമായിരുന്നു. പക്ഷെ ദേശവും കാലവും യോജിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിനെ പൂജിക്കാൻ സാധ്യമല്ല എന്ന് ദുര്യോധനൻ പറയുന്നിടത്ത് തനിക്ക് കൃഷ്ണനോടുള്ള ബഹുമാനവും ആദരവും അദ്ദേഹം വെളിവാക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് അടുത്തതെന്ന് പറയുന്നത് സഹോദരൻ എന്ന പദത്തിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ ദുര്യോധനൻ്റെ പിന്നാലെ 99 പേരില്ലേ, അവരിൽ ആരോടെങ്കിലും തൻ്റെ പ്രവൃത്തികളെ എതിർത്തുകൊണ്ടിരുന്ന വികർണനോട് പോലും അയാൾ വലിയ അത്യാചാരവും ചെയ്തതായി കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. വികർണൻ ദുര്യോധനൻ്റെ എല്ലാ പ്രവൃത്തികളെയും എതിർത്തു. പക്ഷേ വികർണനോട് പോലും മോശമായിട്ട് ദുര്യോധനൻ പെരുമാറിയിട്ടില്ല. പിന്നെ പാണ്ഡവരോട് എങ്ങനെ പെരുമാറുന്നു എന്നാണെങ്കിൽ, പാണ്ഡവരാകട്ടെ ദുര്യോധനന് അത്രയ്ക്കടുത്ത സഹോദരന്മാരല്ല, ഒരേ മേൽപ്പുരയ്ക്ക് കീഴിൽ ജനിച്ച് ഒപ്പം വളർന്നവരല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് കയറി വന്നതോ സഹോദരന്മാരെന്നതിലധികം ദുര്യോധനന് കിട്ടാനിടയുള്ള ഐശ്വര്യത്തിൻ്റെ അപഹർത്താക്കളെന്ന നിലയിലും. ഈ സ്ഥിതിക്ക് അയാൾ അവരെ ശത്രുക്കളെന്ന ഭാവത്തിലാണ് വീക്ഷിച്ചു തുടങ്ങിയതിൽ മനുഷ്യ സാധാരണമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് മാരാരി പറയുന്നത്. ശത്രുവെന്ന് വന്നാലോ അവനെ എന്ത് ചെയ്ത് നശിപ്പിക്കുക എന്നത് പരാതി സന്ധാന പ്രധാനമായ ദണ്ഡനീതിയുടെ കാതലാണ് താനും. ആ ക്ഷത്രധർമ്മം അനുസരിച്ച് ശത്രുവാണെങ്കിൽ അവനെ എങ്ങനെയും തൊളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാം ദുര്യോധനന്. അതയാൾ അതിൻ്റെ അങ്ങേയറ്റത്തോളം, പക്ഷെ കുറച്ച് അപ്പുറവും നടത്തിയിട്ടുണ്ട്. അതിന് വല്ലവരെയും കുറ്റപ്പെടുത്താമെങ്കിൽ അത് അയാളെയല്ല, അയാളെയും മറ്റെല്ലാ രാജാക്കന്മാരെയും ഈ വകയ്ക്ക് പ്രോത്സാഹിപ്പിക്കുകയും പ്രമാണീകരിക്കുകയും ചെയ്തു പോകുന്ന നമ്മുടെ ദണ്ഡനീതി വ്യവസ്ഥയെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് കുറ്റപ്പെടുത്തേണ്ടത്, അല്ല ദുര്യോധനെ അല്ല എന്നാണ്. അതെ, ലോകത്തിൽ സുയോധനൻ ദുര്യോധനൻ എന്ന് 2 പേരില്ല. യുദ്ധത്തിന് നല്ല യുദ്ധം എന്നൊരു വിഭാഗമില്ല എന്നർത്ഥം. ഈ ചോദ്യം 2023 ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചോദ്യത്തിൽ വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭീഷ്മരുടെ ധർമ്മനിശ്ചയത്തെ ആസ്പദമാക്കി വിശദീകരിക്കുക എന്നാണ് ചോദ്യം വന്നിട്ട്. ഈ സെൻറ്റൻസ് വന്നിട്ട് അതെ, ലോകത്തിൽ സുയോധനൻ ദുര്യോധനൻ എന്ന 2 പേരില്ല, യുദ്ധത്തിന് നല്ല യുദ്ധം ധർമ്മയുദ്ധം എന്നൊരു വിഭാഗമില്ല എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദണ്ഡനീതി വ്യവസ്ഥ ചെയ്യുന്ന നമ്മുടെ ശത്രുവിനെ എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അവിടെ ധർമ്മയുദ്ധം അധർമ്മയുദ്ധം എന്നൊന്നുണ്ടോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. യുദ്ധത്തിന് ഒരൊറ്റ പേരേ ഉള്ളൂ. ആ യുദ്ധത്തിന് യുദ്ധം എന്ന് മാത്രമാണ് പേര്. അതിൽ നമ്മുടെ ദണ്ഡനീതി അനുസരിച്ച് നമ്മൾ പറയുന്ന ശത്രുവിനെ ഏത് വിധേനയും നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് യുദ്ധത്തിന് ധർമ്മയുദ്ധം എന്നൊരു പേരിൻ്റെ അർത്ഥം? അങ്ങനൊരു സാധനമേ ഇല്ലെന്ന് കൃഷ്ണൻ തന്നെ പല സന്ദർഭങ്ങളിലും സൂചിപ്പിക്കുന്നുമുണ്ട്. യുദ്ധത്തിന് ഏത് വഴിയും സ്വീകരിക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ 5-6 കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ദുര്യോധനെ പുകഴ്ത്തി പറയുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇച്ചിരി ഒന്ന് ആഴത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല ഒന്നാന്തരം ചോദ്യമാണ്. ദുര്യോധനെ എങ്ങനെയാണ് ഈ സെൻറ്റൻസ് വെച്ച് തന്നെ ചോദിക്കാവുന്നതാണ്. ഒരു രാജാവെന്ന നിലയിൽ താൻ ഇവിടെ പറയുന്നുണ്ട്, ഏതായാലും പാണ്ഡവരോടടുത്ത് ഈ ദണ്ഡനീതി പ്രയോഗത്തെ അങ്ങ് നീക്കിവെച്ചാൽ പിന്നെ ദുര്യോധനിൽ ആര്യജനങ്ങൾക്കുണ്ടായിരിക്കേണ്ട നന്മകൾക്കൊന്നിനും ഒരു കുറവും കാണുന്നില്ല. കുട്ടിക്കൃഷ്ണമാരാർ ഇത് സമർത്ഥിക്കുന്നത് എങ്ങനെ? ദുര്യോധനൻ ആര്യനീതികൾ എല്ലാം അനുഷ്ഠിച്ചിരുന്നു എന്ന് എങ്ങനെ മാരാർ സമർത്ഥിക്കുന്നു? ഒന്നാമത് പറയുന്നത് 10-15 വർഷം താൻ ഭരിച്ചിട്ടും ഒരൊറ്റ പ്രജ പോലും പരാതി പറഞ്ഞില്ല. അത് വിശദമായിട്ട് പറയണമായിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറയുന്നതേ ഉള്ളൂ. രണ്ടാമത് പറയുന്നത് സ്വന്തം അമ്മാവൻ പറഞ്ഞിട്ട് പോലും ശത്രുക്കളോട് സന്ധിയാവുക എന്നുള്ള കാര്യത്തിൽ ദുര്യോധനൻ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ബാക്കി എല്ലാം ഗുരുജനങ്ങൾ പറയുന്ന ദുര്യോധനൻ അംഗീകരിച്ചിട്ടുണ്ട്. 3 മാതാവിനോട് അത്യധികമായ ആദരവ് പുലർത്തിയിരുന്ന ആളാണ് ദുര്യോധനൻ. അവരെത്രയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടും ചേർന്ന് നിന്നു ദുര്യോധനൻ. 5 അടുത്ത പറയുന്നതെന്ന് പറയുന്നത് സൗഹൃദത്തിൻ്റെ പേരിൽ ദുര്യോധനേക്കാൾ ശ്രേഷ്ഠനായ ഒരുത്തനുണ്ടെങ്കിൽ അത് കർണൻ മാത്രമാണെന്ന് പറയുന്നുണ്ട്. അടുത്ത് അത്യധികം പക്ഷപാതിയായിരുന്ന കൃഷ്ണനോട് പോലും ആദരവ് കാണിച്ച് കൃഷ്ണൻ ആദരവ് അർഹിക്കുന്നവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ സ്ഥലവും സ്ഥാനവും മാറിപ്പോയി, സാഹചര്യവും മാറി, അതുകൊണ്ട് ആദരിക്കാൻ പറ്റില്ല എന്നാണ് ദുര്യോധനൻ പറഞ്ഞത്. പിന്നെ എത്ര കൊള്ളരുതാത്തവരായാലും നല്ലവരായാലും വികർണൻ ഉൾപ്പെടെ തന്നെ എതിർത്ത തൻ്റെ സഹോദരനോട് പോലും ഒരു വെറുപ്പും അദ്ദേഹം കാണിച്ചിട്ടില്ല. അദ്ദേഹം ആകെ വെറുപ്പ് കാണിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാണ്ഡവപക്ഷത്തിനോട് മാത്രമാണ്. അത് നമ്മുടെ ധർമ്മനീതി അല്ലെങ്കിൽ ക്ഷാത്രധർമ്മം പറയുന്നുണ്ട്, ശത്രുവിനെ ഏത് വിധേനയും നശിപ്പിക്കാം, അപമാനിക്കാമെന്ന്. അപ്പോൾ ലോകത്തിൽ സുയോധനൻ ദുര്യോധനൻ എന്ന രണ്ട് പേരിൻ്റെ അർത്ഥം എന്താണ്? യുദ്ധമെന്ന് പറഞ്ഞാൽ ശത്രുവിന് നേരെ എടുക്കുന്ന വാളാണ്. ആ വാളിൽ നല്ലത് ചീത്ത എന്നുള്ളത് ഇല്ല എന്നാണ് നമ്മുടെ ദണ്ഡനീതി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്, ക്ഷാത്രധർമ്മം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ സുയോധനൻ ദുര്യോധനൻ എന്ന രണ്ട് പേരില്ല. യുദ്ധത്തിന് നല്ലത് ചീത്ത എന്നൊരു വിഭാഗത്തിൻ്റെ അർത്ഥവുമില്ല എന്നാണ് പറയുന്നത്. ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നേരത്തെ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ വലിയ ലേഖനമല്ലേ, അതുകൂടാതെ വേറെ ചോദിച്ചിട്ടുള്ള നല്ല ലേഖനമാണ്. പക്ഷേ ഈ കാലിക പ്രസക്തമല്ലേ, നമ്മൾ ആൾക്കാരൊക്കെ എന്തുമാത്രം അധികാര ഗർവിൽ എന്ന് പറഞ്ഞാൽ പ്രായത്തിനെയോ അല്ലെങ്കിൽ ബാക്കി ഒന്നിനെയോ ബഹുമാനിക്കാതെ അധികാരത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് മോശമായിട്ട് പെരുമാറുന്നത് നമ്മളെല്ലാവരും ദൈനംദിന ജീവിതത്തിൽ കാണുന്നതല്ലേ. എന്നെ വെച്ചിട്ട് ആരുമില്ല എന്ന് വിചാരിച്ചിട്ട്. അതാണ്. പിന്നെ 2024 ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. മഹാഭാരത സന്ദർഭങ്ങളെ ആസ്പദമാക്കി എഴുതിയ യുദ്ധത്തിൻ്റെ ആയുധശാല, കർണൻ്റെ അരങ്ങേറ്റം എന്നിവയിലൂടെ യുദ്ധവിരുദ്ധ ആശയങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നതും യുദ്ധവിരുദ്ധ ആശയമാണ്. മനസ്സിലായ, അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് ഭീഷ്മരുടെ ധർമ്മനിശ്ചയം അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.